നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചിറങ്ങരയിൽ കരാർ കമ്പനി ജീവനക്കാർ ദേശീയപാത ഡ്രെയിനേജ് തുളച്ച് വീട്ടിലേക്ക് വെള്ളമൊഴുക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. സംവിധായകനും തിരക്കഥാകൃത്തുമായ ലോഹിതദാസന്റെ ദീപ്തമായ ഓർമ്മകൾ നിലനിർത്താൻ ചാലക്കുടി നഗരസഭയും പൗരാവലിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അനുസ്മരണ പരിപാടി ഓഗസ്റ്റ് 16-ന്. സോഷ്യലിസ്റ്റ് കർഷക നേതാവായിരുന്ന ആഗസ്തി മൊറേലിയുടെ 7ാമത് അനുസ്മരണം സ്മൃതി ദിനത്തിൽ മോതിരക്കണ്ണി RJD മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. പ്രമുഖ മദ്യബ്രാൻഡുകളായ ഓൾഡ് മക്, റോയൽ ചലഞ്ച്, ബാക്ക് പൈപ്പർ, ആന്റിക്വിറ്റി ബ്ലൂ എന്നിവയുടെ ചില വകഭേദങ്ങളുടെ വിൽപ്പന ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി വിലക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ചിറങ്ങരയിൽ കരാർ കമ്പനി ജീവനക്കാർ ദേശീയപാത ഡ്രെയിനേജ് തുളച്ച് വീട്ടിലേക്ക് വെള്ളമൊഴുക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച അശാസ്ത്രീയ ഡ്രൈനേജ് സംവിധാനത്തിന്റെ ഭാഗമായി വയോധിക ദമ്പതികളുടെ വീട്ടുമുറ്റത്തേക്ക് വെള്ളം ഒഴുക്കിവിടുന്ന കരാർ കമ്പനി അധികൃതരുടെ നടപടിയിൽ അന്വേഷണം നടത്താനാണ് റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. ചിറങ്ങര ജംഗ്ഷനും റെയിൽവേ ട്രാക്കിനും ഇടയിൽ 20 അടിയോളം താഴ്ചയിൽ താമസിക്കുന്ന കൊടിയപ്പാടൻ തോമസും ഭാര്യ ത്രേസ്യാമ്മയും കഴിഞ്ഞ 2 വർഷമായി മഴവെള്ളത്തിന്റെ കുത്തൊഴുക്കിനെ തുടർന്ന് ദുരിതത്തിലാണ്. 43 വർഷമായി ഇവിടെ താമസിക്കുന്ന ഇവർക്ക് ദേശീയപാതയുടെ വികസന പ്രവൃത്തികൾ ആരംഭിക്കുന്നതുവരെ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നുമില്ലായിരുന്നില്ല. എന്നാൽ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഡ്രൈനേജ് സംവിധാനം നിലവിൽ വന്നതോടെയാണ് ചിറങ്ങര ജംഗ്ഷനിലെ മഴവെള്ളം മുഴുവൻ ഇവരുടെ വീടിന്റെ മുറ്റത്തേക്ക് കുത്തിയൊഴുകി തുടങ്ങിയത്. വൃദ്ധ ദമ്പതികളുടെ ദുരവസ്ഥ നാട്ടുകാർ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് അധികൃതർ സ്ഥലത്തെത്തിയത്. തഹസിൽദാർ, കൊരട്ടി CI അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് സന്ദർശനം നടത്തിയത്. പ്രശ്നത്തിന്റെ ഗൗരവം നേരിൽ ബോധ്യപ്പെടുകയും ഉടനടി നടപടി എടുക്കുന്നതിനായി കളക്ടർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും തഹസിൽദാർ അറിയിച്ചു. അവര് തുറച്ചപ്പം മൊത്തം വന്നിട്ട് അവിടെ കുഞ്ഞു കുട്ടി അവിടെ കിടക്കുന്നു. വെള്ളം മൊത്തം ഇങ്ങടാണ് ഒഴുകണേ, ഒഴുകുന്നത് വലുതാവട്ടെ. വലിയക്കാട്ട് വെള്ളം ആ സീറ്റിന്റെ മുകളിൽ പേടിച്ച് ഓടിയാണ് വീടിന് അതൊക്കെ അവരോട് പറഞ്ഞിട്ട് അവരോട് പറയുമ്പോൾ അവര് പറയും ഞങ്ങളല്ല ആള്, വേറെ ആളാണ് ഇതാണ് പറയുന്നത്. ഞങ്ങളല്ല ഇതിന്റെ ആള്. സംവിധായകനും തിരക്കഥാകൃത്തുമായ ലോഹിതദാസന്റെ ദീപ്തമായ ഓർമ്മകൾ നിലനിർത്താൻ ചാലക്കുടി നഗരസഭയും പൗരാവലിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അനുസ്മരണ പരിപാടി ഓഗസ്റ്റ് 16-ന്. മലയാള ചലച്ചിത്ര ലോകത്തിന് അനശ്വരമായ സംഭാവനകൾ നൽകിയ സംവിധായകനും തിരക്കഥാകൃത്തുമായ ലോഹിതദാസന്റെ ദീപ്തമായ ഓർമ്മകൾ നിലനിർത്താനാണ് ചാലക്കുടി നഗരസഭയും പൗരാവലിയും സംയുക്തമായി അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 16-ന് ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ചാലക്കുടി വ്യാപാര ഭവൻ ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സിനിമാ സംവിധായകൻ സിബി മലയിൽ അനുസ്മരണ പ്രഭാഷണവും മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാര സമർപ്പണവും നടത്തും. സിനിമാ സംവിധായകൻ ജോസ് തോമസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. മലയാള ചലച്ചിത്ര മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രശസ്ത തിരക്കഥാകൃത്ത് ബാഹുൽ രമേഷിനെയാണ് ഈ വർഷത്തെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. എക്കോ എന്ന സിനിമയുടെ തിരക്കഥയ്ക്കാണ് പുരസ്കാരം. 15,000 രൂപയും ശില്പവുമാണ് അവാർഡ്. അനുസ്മരണ സമ്മേളന ചടങ്ങിന്റെ സ്വാഗത സംഘം യോഗം നഗരസഭ ഓഫീസിൽ ചേർന്നു. ചെയർപേഴ്സൺ ആലി ഷിബു,
സംഘാടക സമിതി ചെയർപേഴ്സണായും KV പോൾ വൈസ് ചെയർമാനായും സംവിധായകൻ സുന്ദർദാസ് ജനറൽ കൺവീനറായും ഷിബു വാലപ്പൻ ജിൽ ആന്റണി എന്നിവർ കൺവീനർമാരായും KA ഉണ്ണികൃഷ്ണൻ കോർഡിനേറ്ററുമായാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ ഭാരവാഹികൾക്ക് പുറമെ കൌൺസിലർമാരായ ആനി പോൾ, ഷിഫ സന്തോഷ്, ഉഷ പരമേശ്വരൻ, വിൽസൺ പാണാട്ടുപറമ്പിൽ, വത്സൻ ചമ്പക്കര, VJ ജോജി, റെയ്സൻ ആലുക്ക, KB ഉണ്ണികൃഷ്ണൻ, US അജയ്കുമാർ, KG സുന്ദരൻ, സുരേഷ് മുട്ടത്തി, ജെയ്ക്സ്, വിൽസൺ മേച്ചേരി, ഷൈന ജോർജ്, വിൽസൺ കല്ലൻ, MK മിൻഹാജ് എന്നിവർ പ്രസംഗിച്ചു. സോഷ്യലിസ്റ്റ് കർഷക നേതാവായിരുന്ന ആഗസ്തി മൊറേലിയുടെ 7ാമത് അനുസ്മരണം സ്മൃതി ദിനത്തിൽ മോതിരക്കണ്ണിയിൽ RJD മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. MC ആഗസ്തി സ്മൃതി മണ്ഡപത്തിൽ നടത്തിയ പുഷ്പാർച്ചനയിൽ RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി, ജില്ലാ ജനറൽ സെക്രട്ടറി ജോർജ് B ആയിനിക്കൽ, നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ പുല്ലൻ, ജനത പൗലോസ്, AL കൊച്ചപ്പൻ, ജോസഫ് കർത്തനാടൻ, ആനി ജോയ്, ഹസീന നിഷാബ്, ലില്ലി കാച്ചപ്പള്ളി, MC ബോബൻ, ഉണ്ണികൃഷ്ണൻ പ്ലാശ്ശേരി, ഡേവിസ് താക്കോൽക്കാരൻ, ജോൺസൺ മൊറേലി തുടങ്ങിയവർ പങ്കെടുത്തു. ഓഗസ്റ്റ് 16 നടത്തുന്ന അനുസ്മരണ അവാർഡ് ദാന സമ്മേളനം RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്യും. സോഷ്യലിസ്റ്റ് നേതാവും അതുപോലെ തന്നെ നല്ലൊരു കർഷകനും നല്ലൊരു കുടുംബനാഥനും മോതിരക്കണ്ണിയുടെ 16-ാം തീയതിയാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ഓർമ്മ ദിനം ആഗസ്റ്റ് 4-ാം തീയതിയാണ്. 2019 ഓഗസ്റ്റ് 4-ാം തീയതിയാണ് മരണം നടന്നത്. അന്നത്തെ ഡേറ്റ് വളരെ പ്രാധാന്യമുള്ളതാണ്. കൊരട്ടിയെ സംബന്ധിച്ചിടത്തോളം കൊരട്ടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പും അതിനോടനുബന്ധിച്ച് സലോമ ചേച്ചി സാണ്ടാറിൻ്റെ ഭാര്യ ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന അന്നത്തെ ദിവസം തന്നെയാണ് ഈ മരണവും. അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതാണ്. ആശയത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചൊരു കർഷകൻ, അതുപോലെ തന്നെ പാർട്ടിയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന വ്യക്തിത്വം, അതിലുപരി മനുഷ്യ സ്നേഹിയായിട്ടൊരു വ്യക്തി. ഞാൻ എല്ലാ തവണയും പറയാറുണ്ട്, ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ എന്നെ വിളിച്ച് കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും അങ്ങനെയാണ്. വീട്ടിലെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ചാലക്കുടി നഗരസഭയുടെ സൗത്ത് ജംഗ്ഷനിൽ ഇറിഗേഷൻ കനാലിനോട് ചേർന്ന് പുറമ്പോക്ക് സ്ഥലം കയ്യേറിയും നിലവിലുള്ള കെട്ടിടത്തിലെ പാർക്കിംഗ് ഏരിയ അടച്ചുകെട്ടിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സംബന്ധിച്ച് ചെയർപേഴ്സൺ ആലി ഷിബുവിന്റെ നേതൃത്വത്തിൽ വാർത്താസമ്മേളനത്തിൽ വിശദീകരണം നൽകി. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് നഗരസഭാ സെക്രട്ടറി ആവശ്യപ്പെടുകയും നിർമ്മാണം തുടർന്ന സാഹചര്യത്തിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിക്കാൻ നഗരസഭാ സെക്രട്ടറി ഉത്തരവിറക്കിയെങ്കിലും ഇതിനെതിരെ കക്ഷി ട്രൈബ്യൂണൽ കോടതിയിൽ നിന്നും താൽക്കാലിക സ്റ്റേ ഉത്തരവ് ഉണ്ടായതിന്റെ മറവിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടമ തുടർന്നിരുന്നത്. സ്റ്റേ ഉത്തരവ് ഉണ്ടായിട്ടും ഉടമ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും നടത്തിയതിനെ തുടർന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തടഞ്ഞെങ്കിലും നിർമ്മാണം നിർത്താൻ ഉടമ തയ്യാറാകാത്ത സാഹചര്യത്തെ നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ 15ഓളം കൌൺസിലർമാർ നേരിട്ടെത്തി നിർമ്മാണം തടയുകയും പോലീസ് സ്ഥലത്തെത്തി കോടതിയിൽ നിന്നും നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ നിർമ്മാണ പ്രവൃത്തികൾ ഒന്നും ചെയ്യരുതെന്ന് ഉടമയെ അറിയിക്കുകയും ചെയ്തതാണ്. പുറമ്പോക്കിൽ നിർമ്മിച്ചിരുന്ന പഴയ കെട്ടിടത്തിന്റെ ഭാഗം ഉടമ തന്നെ കഴിഞ്ഞ ദിവസം പൊളിക്കുകയും പൊളിക്കുന്നതിന്റെ മറവിൽ കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ അനധികൃതമായി നടത്തിയിട്ടുള്ള ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ ഉടമ വീണ്ടും ശ്രമം നടത്തി. നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിർമ്മാണം നിർത്തിവെക്കാൻ നോട്ടീസ് നൽകിയിട്ടും ഉടമ നിർമ്മാണം തുടർന്നു. നഗരസഭാ പോലീസിൽ വിവരം അറിയിച്ചതിന്റെ ഭാഗമായി ഉടമയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇനി നിർമ്മാണം നടത്തരുതെന്ന് രേഖാമൂലം കർശന നിർദ്ദേശം നൽകി. ഇത്രയും നടപടികൾ ഉണ്ടായിട്ടും കെട്ടിട ഉടമ നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ ശ്രമിക്കുന്നത് കോടതി ഉത്തരവുകളെയും നഗരസഭാ ചട്ടങ്ങളെയും പോലീസ് നിർദ്ദേശങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ്. ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ നഗരസഭയ്ക്ക് ആവില്ല. സംരംഭങ്ങളെയും കച്ചവടക്കാരെയും പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും ഭരണസമിതി സന്നദ്ധമാണ്. പക്ഷേ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കൗൺസിൽ അംഗീകരിക്കില്ല. പുറമ്പോക്ക് കയ്യേറിയുള്ള നിർമ്മാണവും പാർക്കിംഗ് ഏരിയ അടച്ചുകെട്ടി നടത്തിയിട്ടുള്ള നിർമ്മാണവും പൂർണ്ണമായും പൊളിച്ചു നീക്കുന്നതിന് നിയമപരമായ എല്ലാ നടപടികളുമായി നഗരസഭ മുന്നോട്ട് പോകും. പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ചതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഉടമ ഇപ്പോൾ പൊളിച്ചു മാറ്റിയത്. ഇത് തൃപ്തികരമാണ് എന്ന് LDF കൗൺസിലർമാരുടെ അഭിപ്രായം അത്ഭുതപ്പെടുത്തുന്നതാണ്. അനധികൃത നിർമ്മാണത്തിനെതിരെ കടുത്ത പ്രതിഷേധം നടത്തിയ LDFന്റെ ഇപ്പോഴത്തെ നിലപാട് സംശയം സൃഷ്ടിക്കുന്നു. വൈസ് ചെയർമാൻ KV പോൾ, UDF ലീഡർ ഷിബു വാലപ്പൻ, ആനി പോൾ, OS ചന്ദ്രൻ, ഷിഫ സന്തോഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ റെയ്സൻ ആലുക്ക, വത്സൻ ചമ്പക്കര, റീന ഡേവിസ്, മേഴ്സി ടീച്ചർ, ജസി റാഫേൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
പ്രമുഖ മദ്യബ്രാൻഡുകളായ ഓൾഡ് മങ്ക്, റോയൽ ചലഞ്ച്, ബാക്ക് പൈപ്പ്, ആന്റിക്വിറ്റി ബ്ലൂ എന്നിവയുടെ ചില വകഭേദങ്ങളുടെ വിൽപ്പന ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി വിലക്കി. മാനദണ്ഡങ്ങൾ ലംഘിച്ച് കൃത്രിമ രുചിക്കൂട്ടുകളും സുഗന്ധദ്രവ്യങ്ങളും ചേർത്തതായി ലാബ് പരിശോധനകളിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പരിശോധനയിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മിച്ചതായി കണ്ടെത്തിയ പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് വിലക്കിയത്. യുണൈറ്റഡ് സ്പിരിറ്റ്സ് മധ്യപ്രദേശിൽ നിർമ്മിക്കുന്ന ആന്റിക്വിറ്റി ബ്ലൂ വിസ്കി, റോയൽ ചലഞ്ച് വിസ്കി എന്നിവയുടെ ചില വകഭേദങ്ങൾ, ഇൻബ്രൂ ബീവറേജസ് മധ്യപ്രദേശിൽ നിർമ്മിക്കുന്ന ബാക്ക് പെപ്പർ ഡീലക്സ് വിസ്കി, ഓൾഡ് കാസ്ക് ഡീലക്സ് റം, മോഹൻ റോക്കി സ്പ്രിംഗ് വാട്ടർ, മഹാരാഷ്ട്രയിൽ നിർമ്മിക്കുന്ന ഓൾഡ് മങ്ക് റമ്മിന്റെ 3 വകഭേദങ്ങൾ എന്നിവയുടെ വിൽപ്പനയാണ് വിലക്കിയത്. സ്വാഭാവിക ചേരുവകൾ ഉപയോഗിച്ച് കൃത്യമായ വീര്യത്തിൽ എത്തുന്നതിന് പകരം ഉൽപ്പന്നങ്ങൾക്ക് രുചിയും മണവും നൽകാൻ നിർമ്മാതാക്കൾ കൃത്രിമ രുചിക്കൂട്ടുകൾ ചേർത്തതായി FSSAI കണ്ടെത്തി. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം മദ്യത്തിൽ സ്വാഭാവിക ചേരുവകൾ ഉപയോഗിക്കാൻ അനുമതിയുണ്ടെങ്കിലും റമ്മിൽ പുറത്തുനിന്നുള്ള റം ഫ്ലേവറും വിസ്കിയിൽ വിസ്കി ഫ്ലേവറും ചേർക്കുന്നത് അംഗീകൃത നിർമ്മാണ രീതിയല്ലെന്ന് FSSAI വ്യക്തമാക്കി. കരിമ്പ്, മാൾട്ട്, മുന്തിരി എന്നിവ ഉപയോഗിച്ചുള്ള സ്വാഭാവിക നിർമ്മാണ പ്രക്രിയ മറികടക്കാനാണ് കമ്പനികൾ ഇത്തരത്തിലുള്ള കൃത്രിമ മാർഗങ്ങൾ സ്വീകരിക്കുന്നതെന്നും ഈ ഉൽപ്പന്നങ്ങൾ നിലവാരക്കുറവുള്ളതാണെന്നും FSSAI വ്യക്തമാക്കി. ഏകദേശം 3.3 ലക്ഷം കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മദ്യവിപണികളിലൊന്നാണ് ഇന്ത്യ. ജനപ്രിയ ബ്രാൻഡുകൾക്കെതിരെ പെട്ടെന്നുള്ള നടപടി മദ്യനിർമ്മാണ മേഖലയിൽ ആശങ്കയാകുന്നുണ്ട്. നിലവിലുള്ള നിയമങ്ങൾ ഇത്തരം ഫ്ലേവറുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകുന്നുണ്ടെന്നാണ് വ്യവസായ മേഖലയിലെ വിദഗ്ധർ അവകാശപ്പെടുന്നത്. നിർദ്ദിഷ്ട പ്ലാന്റുകളിൽ ഉൽപ്പാദിപ്പിച്ച ബാച്ചുകൾക്ക് മാത്രമാണോ അതോ രാജ്യത്തുടനീളം നിർമ്മിക്കുന്ന ബ്രാൻഡുകൾക്ക് മുഴുവനുമായിട്ടാണോ വിലക്ക് ബാധകമാകുന്നത് എന്ന കാര്യത്തിൽ FSSAI വ്യക്തത വരുത്തേണ്ടതുണ്ട്. അടുത്തിടെ റെഡ് ബുൾ, പെപ്സിക്കോ തുടങ്ങിയ കമ്പനികളുടെ കഫീൻ അടങ്ങിയ പാനീയങ്ങളെ എനർജി ഡ്രിങ്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ടും FSSAI ഉത്തരവിട്ടിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ആരംഭിച്ചു. ചൊവ്വാഴ്ച മുതലാണ് പുതിയ സംവിധാനം. രാവിലെ 7 മുതൽ 8 വരെയാണ് ആദ്യഘട്ടം. ഓൺലൈൻ ബുക്കിംഗ് ചെയ്തതിന്റെ രസീതുമായി അരമണിക്കൂർ മുൻപ് ക്ഷേത്രത്തിലെത്തണം. കിഴക്കേ നടയിലെ പൊതുക്യൂ പന്തലിന്റെ വടക്കേ അറ്റത്തെ വരിയാണ് വെർച്വൽ ക്യൂ ദർശനത്തിനായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനായുള്ള സജ്ജീകരണങ്ങൾ തിങ്കളാഴ്ച നടത്തി. പ്രത്യേക ജീവനക്കാരെയും ചുമതലപ്പെടുത്തി. രാവിലെ 7 മുതൽ ഉച്ചവരെ ഓരോ മണിക്കൂർ വീതവും വൈകിട്ട് 4 മുതൽ 5 വരെയുമാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം. ഓരോ മണിക്കൂറിലും 300 പേരെ വീതം പ്രവേശിപ്പിക്കും. ചാലക്കുടി സ്പാരോസ് റിക്രിയേഷൻ ക്ലബിന്റെ കുടുംബസംഗമം നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് പൗലോസ് കല്ലിങ്ങൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു, സീനിയർ അംഗമായ CV ഫ്രാൻസിസിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കൗൺസിലർമാരായ OS ചന്ദ്രൻ, അൽഫോൺസ് ചാക്കോ, മുൻ കൗൺസിലർ ജോസ് പുല്ലൻ, സെക്രട്ടറി TS തോമസ്, ട്രഷറർ പോളി പുല്ലൻ എന്നിവർ പ്രസംഗിച്ചു. പ്രമുഖ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ LIC ഓഹരി വിലയിൽ വന്നിടിവ്. കേന്ദ്ര സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തം കുറച്ച് 31,000 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഓഫർ ഫോർ സെയിൽ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഓഹരി വില ഇടിഞ്ഞത്. മുമ്പത്തെ ക്ലോസിംഗ് വിലയേക്കാൾ വലിയ ഡിസ്കൗണ്ടിലാണ് ഓഫർ ഫോർ സെയിലിന്റെ തറവില നിശ്ചയിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ വ്യാപാരത്തിന്റെ തുടക്കത്തിൽ LIC ഓഹരികൾ 7% ഇടിഞ്ഞത്. നിലവിൽ ഓഹരി ഒന്നിന് 398 രൂപ എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. നിലവിലെ വില അനുസരിച്ച് LICയുടെ വിപണി മൂല്യം ഏകദേശം 5.05 ലക്ഷം കോടി രൂപയായി. ഒരു ഓഹരിക്ക് 382 രൂപ നിരക്കിലാണ് ഓഫർ ഫോർ സെയിൽ തറവില നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് തിങ്കളാഴ്ചത്തെ ക്ലോസിംഗ് വിലയേക്കാൾ 11% കുറവാണ്. ചൊവ്വാഴ്ച രാവിലത്തെ വ്യാപാരത്തിൽ തറവിലയായ 382 രൂപയേക്കാൾ 4% മാത്രം ഉയർന്ന നിരക്കിലാണ് ഓഹരി വില. നോൺ റീറ്റെയിൽ നിക്ഷേപകർക്ക് ചൊവ്വാഴ്ച, റീറ്റെയിൽ നിക്ഷേപകർക്ക് ബുധനാഴ്ചയും ഓഫർ ഫോർ സെയിലിൽ പങ്കാളികളാകാം. LICയുടെ മൊത്തം ഇക്വിറ്റിയുടെ 2.5% ബേസ് ഓഫറും കൂടാതെ 4% അധികമായി വിൽക്കാനുള്ള ഗ്രീൻ ഷൂ ഓപ്ഷനും അടങ്ങുന്നതാണ് സർക്കാരിന്റെ ഓഫർ ഫോർ സെയിൽ പ്രഖ്യാപനം. ഗ്രീൻ ഷൂ ഓപ്ഷൻ പൂർണ്ണമായി വിജയിച്ചാൽ LICയിൽ സർക്കാരിനുള്ള 6.5% വരെ ഓഹരികളാണ് വിറ്റഴിക്കുക. ഇതുവഴി 31,000 കോടി രൂപ സമാഹരിക്കാൻ കഴിയും എന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 160 രൂപയാണ് കുറഞ്ഞത്.
1,05,600 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 20 രൂപയാണ് കുറഞ്ഞത്. 13,200 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. തിങ്കളാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടായിരുന്നില്ല. എണ്ണവില കുറഞ്ഞതടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് കഴിഞ്ഞ ദിവസം എണ്ണവില ബാരലിന് $85 താഴെ എത്തുന്നത്. അമേരിക്ക ഇറാൻ സംഘർഷത്തിന് അയവ് വന്നതാണ് എണ്ണവില കുറയാൻ കാരണം. ഇതിനു പുറമെ പലിശ നിരക്കിൽ മാറ്റം വരുത്തേണ്ട എന്ന അമേരിക്കൻ കേന്ദ്ര ബാങ്കിന്റെ തീരുമാനവും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ വിലയിൽ വ്യതിയാനങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദപാത്തിയുടെയും സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്രവും ശക്തവുമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. ജാഗ്രതയുടെ ഭാഗമായി പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. ബുധനാഴ്ചയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയാണ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെക്കൻ തമിഴ്നാടിന് മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെയും തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ സ്ഥിതി ചെയ്യുന്ന തീരദേശ ന്യൂനമർദ്ദപാത്തിയുടെയും സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ ലഭിക്കുന്നത്. മലയോര മേഖലയിൽ കാട്ടാനയുടെയും പുലിയുടെയും ആക്രമണത്തിൽ വിലപ്പെട്ട മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം കണക്കിലെടുത്ത് അവ പരിഹരിക്കുന്നതിന് വനംവകുപ്പ് മുൻകൂട്ടി നടപടി സ്വീകരിക്കണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഡിസംബറിലും മെയ് മാസത്തിലും കോടശ്ശേരി പഞ്ചായത്തിലും അതിരപ്പള്ളി പഞ്ചായത്തിലും ഓരോ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിരുന്നു. 1.5 മാസം മുൻപ് വെട്ടിക്കുഴി ചക്കാലക്കൽ റോയുടെ 60ഓളം കോഴികളെ പുലി പിടിച്ചു. കഴിഞ്ഞ ആഴ്ച ഈ പറമ്പിൽ നിന്ന് പുലിയെ ഫോറസ്റ്റ് അധികൃതർ കെണിയിൽപ്പെടുത്തി പിടിച്ചിരുന്നു. വന്യമൃഗ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ പിടിച്ച പുലിയെ വീണ്ടും കാട്ടിൽ തന്നെ തുറന്നുവിട്ടത് നാട്ടുകാർ ഭയപ്പാടോടെയാണ് കാണുന്നതെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷനായി. രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയം, വർഗീസ് പൊറായി, TT ബേബി, ബെന്നി നബേലി, ഓമന ജോസ്, മേഴ്സി പോളി എന്നിവർ പ്രസംഗിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാത്തമാറ്റിക്സിൽ റോസ് പോളിന് ഡോക്ടറേറ്റ്. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. കാടുകുറ്റി കുടിയിരിപ്പിൽ KM പോളിന്റെയും ആലീസിന്റെയും മകളാണ്. UAEയിൽ ബിസിനസ്സുകാരനായ കാരൂർ തോട്ടപ്പള്ളി ബിവീഷ് ടോമാണ് റോസ് പോളിന്റെ ഭർത്താവ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയതിന് അറസ്റ്റ്. മുരിങ്ങൂർ തെക്കുമുറി കട്ടപ്പുറം ദേശത്ത് മലയാങ്കുടി വീട്ടിൽ 67 വയസ്സുള്ള ശങ്കരൻകുട്ടിയെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ പ്രിവന്റീവ് ഓഫീസർ TJ രഞ്ജിത്തും പാർട്ടിയും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. തൃശൂർ സ്പെഷ്യൽ സ്ക്വാഡിലെ സർക്കിൾ ഇൻസ്പെക്ടർ അൻഷാദ് ബഷീറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടന്ന റെയ്ഡിലാണ് കൊരട്ടി കട്ടപ്പുറത്തു നിന്നും ശങ്കരൻകുട്ടിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്നും 2.5 ലിറ്റർ മദ്യവും മദ്യം വിറ്റ വകയിൽ കിട്ടിയ 500 രൂപയും പിടിച്ചെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, ജെയ്സൺ ജോസ്, പ്രിവന്റീവ് ഓഫീസർമാരായ K ലത്തീഫ്, ഷെയ്ഖ് അഹമ്മദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ K അമിത, പ്രിവന്റീവ് ഓഫീസർ ഡ്രൈവർ ഗിരീഷ് എന്നിവരും ഉണ്ടായിരുന്നു. ചാലക്കുടി ഗവൺമെന്റ് വനിതാ ITIയിൽ ഇലക്ട്രോണിക് മെക്കാനിക്, ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ടെക്നോളജി എന്നീ ട്രേഡുകളിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഗസ്റ്റ് 8 വരെയുള്ള ദിവസങ്ങളിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 048727000816 9947325362 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തിയ ഇലക്ട്രിക്കൽ വയർമാൻ എഴുത്തു പരീക്ഷ 2025 വിജയിച്ചവർക്കായുള്ള പ്രായോഗിക പരീക്ഷ ഓഗസ്റ്റ് 3 മുതൽ 5 വരെ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തും. രാവിലെ 9 മുതൽ 12 വരെയും ഉച്ചയ്ക്ക് 1 മുതൽ 4 വരെയുമാണ് പരീക്ഷ. ഹാൾ ടിക്കറ്റ് സംരക്ഷണ ലോഗിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. പരീക്ഷാർത്ഥികൾ കൃത്യസമയത്ത് തന്നെ ആവശ്യമായ ടൂളുകളും വയറിംഗ് സാമഗ്രികളും സഹിതം കേന്ദ്രത്തിൽ ഹാജരാകണമെന്ന് തൃശൂർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക്
0487297320 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കുറ്റിക്കാട് കോമ്പാറ പരേതനായ ജോണി ഭാര്യ കുഞ്ഞിലു നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറങ്ങരയിൽ കരാർ കമ്പനി ജീവനക്കാർ ദേശീയപാത ഡ്രെയിനേജ് തുളച്ച് വീട്ടിലേക്ക് വെള്ളമൊഴുക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. സംവിധായകനും തിരക്കഥാകൃത്തുമായ ലോഹിതദാസന്റെ ദീപ്തമായ ഓർമ്മകൾ നിലനിർത്താൻ ചാലക്കുടി നഗരസഭയും പൗരാവലിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അനുസ്മരണ പരിപാടി ഓഗസ്റ്റ് 16-ന്. സോഷ്യലിസ്റ്റ് കർഷക നേതാവായിരുന്ന ആഗസ്തി മൊറേലിയുടെ 7ാമത് അനുസ്മരണം സ്മൃതി ദിനത്തിൽ മോതിരക്കണ്ണി RJD മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. പ്രമുഖ മദ്യബ്രാൻഡുകളായ ഓൾഡ് മക്, റോയൽ ചലഞ്ച്, ബാക്ക് പൈപ്പർ, ആന്റിക്വിറ്റി ബ്ലൂ എന്നിവയുടെ ചില വകഭേദങ്ങളുടെ വിൽപ്പന ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി വിലക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.